ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സിനിമയെക്കുറിച്ചല്ല, നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ കയ്യിൽ നിന്ന് വാഴ എന്ന വിളിപ്പേര് കേട്ടിട്ടുണ്ടാകും. ഒന്നിലും ഗുണമില്ലാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ, അങ്ങനെ പലതും. വാഴയുടെ ഒന്നാം ഭാഗം നമ്മൾ കണ്ടു. പക്ഷേ ഈ രണ്ടാം ഭാഗം അത് നമ്മളെ കുറച്ചുകൂടി ഉള്ളുലയ്ക്കുന്ന ഒന്നാണ്. കാരണം ഇതിൽ പറയുന്നത് ബില്യൺ ബ്രോഡ്സ് അഥവാ സഹോദരങ്ങളെക്കുറിച്ചാണ്. കൂടെപ്പിറപ്പിനുവേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന, പക്ഷേ അതാരോടും വിളിച്ചു പറയാത്ത കുറച്ച് സാധാരണക്കാരുടെ കഥ. നമുക്ക് പതുക്കെ ഈ സിനിമയുടെ ഉള്ളിലേക്ക് ഒന്നു പോകാം. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് 4 സുഹൃത്തുക്കളെയാണ്: ആഷിഖ്, അലാക്, വിനായക്, പിന്നെ നമ്മുടെ അജിൻ. ഇവരുടെ ലോകം സ്കൂളാണ്. പക്ഷേ അവിടെ ഇവർക്ക് കിട്ടുന്ന പരിഗണന എന്താണെന്നറിയാമോ? എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രമുണ്ട്, മുജീബ് സർ. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇത്തരമൊരാളുണ്ടാകും. അച്ചടക്കത്തിന്റെ പേരിൽ കുട്ടികളുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന ഒരാൾ. ഒരു ആണും പെണ്ണും സംസാരിച്ചാൽ അത് വലിയ അപരാധമായി കാണുന്ന, കുട്ടികളുടെ ബാഗും ഫോണും പരിശോധിക്കാൻ ആവേശം കാണിക്കുന്ന ഒരാൾ. മുജീബ് സർ ചെയ്യുന്ന ഒരു ക്രൂരതയുണ്ട്. 2 കുട്ടികളെ ഭീഷണിപ്പെടുത്തി ക്ലാസ്സിലെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നു. നോക്കൂ, ഒരു അധ്യാപകൻ കുട്ടികളെ ചാരന്മാരാക്കി മാറ്റുകയാണ്. ഇത് ആ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ സമ്മർദ്ദമാണ് നമ്മുടെ നായകന്മാരെ ലഹരിയുടെയും മറ്റും വഴിയിലേക്ക് തിരിച്ചുവിടുന്നത്. സ്നേഹം കിട്ടേണ്ടിടത്തുനിന്ന് ഭയം കിട്ടുമ്പോൾ കുട്ടികൾ വഴിമാറി നടക്കും. അത് ഈ സിനിമ വളരെ റിയലിസ്റ്റിക്കായി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഈ 4 പേരും എങ്ങനെയാണ് ഇത്ര വലിയ കൂട്ടുകാരായത്? അത് കാണിക്കുന്നൊരു സീനുണ്ട്. തിയേറ്ററിൽ മോഹൻലാൽ സിനിമ കാണാൻ പോകുന്ന രംഗം. ടിക്കറ്റ് കിട്ടാൻ നിൽക്കുന്ന അജിനും വിനായകും ടിക്കറ്റില്ലാതെ വിഷമിക്കുന്ന ആഷിക്കിനെയും അലാക്കിനെയും സഹായിക്കുന്നു. അവിടെ തുടങ്ങുകയാണ് ആ ബന്ധം. വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരുതരം സമാധാനം അവർക്ക് ആ സൗഹൃദത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിനായകിന്റെ കാര്യമെടുത്താൽ അവൻ അമ്മയില്ല. അച്ഛൻ ഒരു സുഹൃത്തിനെപ്പോലെയാണ് അവനെ കാണുന്നത്. അതുകൊണ്ടുതന്നെ അവന്റെ വീട് ഈ 4 പേർക്കും ഒരു താവളമായി മാറുന്നു. പക്ഷേ അവിടെ വെച്ചാണ് അവർ മദ്യപിക്കാനും മറ്റും പഠിക്കുന്നത്. നോക്കൂ, അമിതമായ സ്വാതന്ത്ര്യവും അമിതമായ നിയന്ത്രണവും ഒരുപോലെ അപകടമാണ്. ഇതിനിടയിൽ അലാക്കിന്റെ അനിയത്തി ഐഷുവിനെ കളിയാക്കുന്നവരോട് അവർ കാണിക്കുന്ന ആവേശം, അതൊക്കെ ഒരു പ്രായത്തിന്റെ ചോരത്തിളപ്പാണ്. പക്ഷേ അതിന്റെ പരിണിതഫലം അവർ ചിന്തിക്കുന്നില്ല. +2 റിസൾട്ട് വരുന്ന ദിവസം. ഏതൊരു വിദ്യാർത്ഥിയുടെയും ജീവിതത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ദിവസം. ആഷിഖ് ഉറച്ചു വിശ്വസിച്ചിരുന്നു അവൻ പാസാവുമെന്ന്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. കൂടെയുള്ളവർ ജയിച്ചു കയറുമ്പോൾ താൻ മാത്രം തോറ്റുപോയി എന്ന തിരിച്ചറിവ്. അതുണ്ടാക്കുന്ന അപമാനം വിവരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് സിനിമയുടെ ഗതി മാറുന്നത്. അജിന്റെ കുടുംബം നോക്കൂ. അജിനെ പഠിപ്പിക്കാൻ വേണ്ടി അവന്റെ ജ്യേഷ്ഠൻ സ്വന്തം പഠനം നിർത്തി വിദേശത്തു പോയി കഷ്ടപ്പെടുന്നു. ആ ചേട്ടൻ ചെയ്യുന്ന ത്യാഗം അജിൻ മനസ്സിലാക്കുന്നുണ്ടോ? പിന്നീട് അജിനും അതേ വഴി തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. എനിക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും കുടുംബത്തിനുവേണ്ടി ഗൾഫിലെ കഠിനമായ ചൂടിലേക്ക് അവൻ പോകുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ എത്രയോ വീടുകളിലെ സത്യമായ കഥയാണ്. തന്റെ സ്വപ്നങ്ങൾ കുഴിച്ചുമൂടി അനിയനുവേണ്ടി അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികളുടെ പ്രതിനിധിയാണ് അജിൻ. സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. ആഷിക്കിന്റെ അനിയൻ നാഷിക് ഒരു കഞ്ചാവ് കേസിൽപ്പെടുന്നു. വീട്ടിലെ നല്ല കുട്ടിയായ അനിയൻ ചെയ്ത തെറ്റ്. പക്ഷേ ആഷിഖ് അവിടെ എടുത്ത തീരുമാനം നോക്കൂ. അവൻ ആ കുറ്റം സ്വന്തം തലയിൽ ഏറ്റെടുക്കുന്നു. പോലീസിനോട് പറയുന്നത് അത് തന്റെ കഞ്ചാവാണെന്നാണ്. എന്തിനാണ് അവനത് ചെയ്തത്? കാരണം താൻ എങ്ങനെയായാലും ഒരു വാഴയാണെന്ന് നാട്ടുകാർ മുദ്ര കുത്തിക്കഴിഞ്ഞു. പക്ഷേ തന്റെ അനിയന്റെ ജീവിതം നശിക്കരുത്. അവൻ പഠിച്ച് വലിയ നിലയിലെത്തണം. തന്റെ കൂടെപ്പിറപ്പിനുവേണ്ടി ജയിലിൽ പോകാൻ തയ്യാറായ ആ ആഷിക്കിനെ നമുക്കെങ്ങനെ വാഴ എന്ന് വിളിക്കാൻ കഴിയും? സൗഹൃദത്തിനും കുടുംബത്തിനും വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിക്കുന്ന ഈ യുവാക്കൾ തന്നെയാണ് ഈ സമൂഹത്തിന്റെ കരുത്ത്. അവർക്കു വേണ്ടത് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് കുറച്ച് കരുതലും സ്നേഹവുമാണ്. ഓരോ വാഴയുടെ ഉള്ളിലും മറ്റൊരാൾക്ക് തണലാകാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ മനസ്സുണ്ട്. ഈ സിനിമ നമുക്ക് നൽകുന്ന പാഠവും അതുതന്നെയാണ്. ആരോടും പരാതിയില്ലാതെ സ്വന്തം വേദനകൾ ഒളിപ്പിച്ചുവെച്ച് മറ്റുള്ളവർക്കുവേണ്ടി ജീവിക്കുന്ന എല്ലാ വാഴകൾക്കും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് വാഴ 2 നൽകുന്ന സന്ദേശം. നിങ്ങൾക്കും ഇതുപോലെ ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.